കുടുങ്ങി മക്കളെ കുടുങ്ങി. നിങ്ങൾ ഈ സിം ബൈൻഡിങ് എന്ന് കേട്ടിക്കോ. അതെന്താ സംഭവം എന്നല്ലേ, നമ്മളെ ഈ UPI ആപ്പ് അതുപോലെ ബാങ്കിന്റെ ആപ്പ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിൽ കൊടുത്ത ആ നമ്പർ, ആ സിമ്മില്ലേ, ആ സിമ്മ് ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാനാവും. സിം ഊരി കഴിഞ്ഞാൽ അതങ്ങ് പോകും, പിന്നെ ഉപയോഗിക്കാനാകില്ല. അതേ ഒരു സംഭവം വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അരട്ടെ ഇതുപോലെയുള്ള മെസ്സേജിങ് ആപ്ലിക്കേഷനൊക്കെ വരാൻ പോവുക. അങ്ങനെ ഒരു നിയമം ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഏതാണ്ട് 90 ദിവസത്തിനുള്ളിൽ അങ്ങനെ അത് പ്രാബല്യത്തിലാവും. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ആക്റ്റീവ് അല്ലാത്ത സിം കാർഡ് ഉപയോഗിച്ചിട്ട് വാട്സപ്പ്, ടെലഗ്രാം ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതൊക്കെ ഡീആക്റ്റീവ് ആയിട്ട് ഇതിൽ കുടുങ്ങുക പ്രവാസികളാട്ടോ. നാട്ടിലെ സിം കാർഡ് വെച്ചിട്ട് ഇവിടെ വാട്സപ്പ്, എൻ്റെ ഉണ്ട് ഒരു വാട്സപ്പ് സിം നാട്ടിലുള്ള, അങ്ങ് പോകും. സിം കാർഡ് നാട്ടിൽ വെച്ചിട്ട് ഇവിടെ വാട്സപ്പ് ടെലഗ്രാമെല്ലാം ഉപയോഗിക്കും. അതൊന്നും ഇനി ഉപയോഗിക്കാനാകില്ല, എല്ലാം ലോകൗട്ടായി പോകും. അപ്പം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഏത് ആപ്പായാലും മെസ്സേജിങ് ആപ്പ് ഏതായാലും ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഏത് ആപ്പായാലും അതിന്റെ ആക്റ്റീവ് സിം കാർഡ് അതായത് ഫോണിൽ വെക്കുക. വേറെ എളുപ്പമായി ഒന്നുമില്ല. ഇത് ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഈ ആക്റ്റീവ് അല്ലാത്ത സിം കാർഡ് വെച്ച് ഉപയോഗിക്കുന്ന ഈ വാട്സപ്പ്, ടെലഗ്രാം ഇങ്ങനത്തെ സംഗതിക്കൂടെ ഒക്കെ ആയിട്ട് ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്, കണ്ടമാന സ്കാം നടക്കുന്നുണ്ട്. ഇതൊക്കെ തടയാനാവും. ഈ ആക്റ്റീവ് സിം കാർഡ് വെച്ചിട്ട് ഒരു സ്കാം ചെയ്യാണ്ടെങ്കിൽ ഓന്റെ ലൊക്കേഷനും ഡീറ്റെയിലും ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ഓനെ അറസ്റ്റ് ചെയ്യാനാവും. പക്ഷേ ആക്റ്റീവ് അല്ലാത്ത സിം കാർഡ് വെച്ചിട്ട് ചെയ്യുന്നവനാ പെട്ടെന്ന് പിടിക്കാനാകില്ലല്ലോ. ഇത് തടയാൻ വേണ്ടിയിട്ടാണ്, അപ്പൊ ഈ സ്കാം തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നിയമം കൊണ്ടുവന്നാ പറയുന്നത്. വേറെ ഒന്നുമില്ല, എന്താ വെച്ചറിയോ, ആക്റ്റീവ് സിം കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ ബിസിനസ് ആവശ്യത്തിനൊക്കെ ആയിട്ട് വാട്സപ്പ്, ടെലഗ്രാം ഒക്കെ വെബിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോ 6 മണിക്കൂർ കഴിയുന്നേരം ലോഗൗട്ടേ പോവും. വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ സ്കാൻ ചെയ്യേണ്ടി വരും. സ്കാൻ ചെയ്യണമെങ്കിൽ ആക്റ്റീവ് സിം കാർഡ് വേണമല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആക്റ്റീവ് അല്ലാത്ത സിം കാർഡ് ഉപയോഗിച്ച് വാട്സപ്പോ അതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്റ്റീവ് സിം കാർഡ് റെഡിയാക്കി വെച്ചോ, അല്ലേ പണി കിട്ടും. പണി കിട്ടുക വെച്ചാല് അതിൽ നമ്മളെ ഡാറ്റകൾ ഒരുപാടുണ്ടാവും വാട്സപ്പിൽ, ടെലഗ്രാമിലും ഒക്കെ. അതെല്ലാം പോയി ഇത് ലോഗൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തിരിച്ചെടുക്കാനാകുകയില്ല ആ സിം കാർഡ് കിട്ടാണ്ട്. ഏത് അത് സംഭവം ഇത് മനസ്സിലായിക്കോ. ആ തിരിഞ്ഞൊലിക്ക് തിരിയും, അല്ലാത്തൊരു കട്ടം തിരിയും. എന്തായാലും ഒരു കണക്കിന് നോക്കിയാൽ വളരെ നല്ലതിനാണ്, ഒരു കണക്കിന് നോക്കിയാൽ ഒരുപാട് നഷ്ടവും ഇതിനെ കൊണ്ട് സംഭവിക്കും. നിങ്ങൾക്ക് ഇത് എങ്ങനെയാ ബാധിക്കുക, അഭിപ്രായം അറിയിക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് പറയാൻ മറന്നുപോയി. ബൂസ്റ്റ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സ്വന്തം മുത്ത് സ്നാപ്പ് ചെയ്യോ. താങ്ക് യു സോ മച്ച്.